വലിയൊരു ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ രാജ്യം. ഒപ്പം സൈബർ കുറ്റകൃത്യങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. നേരത്തെ ബാങ്കിൽ നിന്നോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ ആണെന്ന വ്യാജേന ഫോൺ ചെയ്ത് ബാങ്കിംഗ് വിവരങ്ങളും OTPയും ഒക്കെ കരസ്ഥമാക്കി പണം തട്ടിയെടുക്കുക എന്നതായിരുന്നു ഒരു രീതി നിലവിലുണ്ടായിരുന്നത്. പിന്നീട് അത് രൂപവും ഭാവവും ഒക്കെ മാറി മാറി വന്നു. ഇപ്പോൾ വ്യാപകമാവുന്ന ഒരു സംഗതിയാണ് ഈ വിർച്വൽ അറസ്റ്റ് സ്കാം എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്. തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശി ഹരികൃഷ്ണന് വിർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ നഷ്ടമായത് 1.84 കോടി രൂപയാണ്. 21 ദിവസം വിർച്വൽ അറസ്റ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് തട്ടിപ്പ് നടത്തിയത്. വീട് പണയം വെച്ചും വായ്പ എടുത്തുമൊക്കെയാണ് ഇദ്ദേഹം ഇത്രയധികം തുക തട്ടിപ്പുകാർക്ക് നൽകിയത്. ഇത്രയും വലിയ തുക നൽകി കഴിഞ്ഞതിന് ശേഷം അഭിഭാഷകനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് ഇരക്ക് മനസ്സിലായത് തന്നെ. എന്തായാലും സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ആണെന്നും അതുപോലെ CBI ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരയുടെ പേര്, ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഏതോ ക്രൈമിന് ഉപയോഗപ്പെടുത്തി, അതായത് ക്രൈമുമായി ബന്ധപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വിളിക്കുക. ഇത്തരം ക്രൈമുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഒഴിവാക്കാനായി കാശ് തരണം എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ഡിമാൻഡ്. നമ്മുടെ വീട്ടിലെ മുറിയിൽ മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നതിന് അല്ലെങ്കിൽ ഇരുത്തിക്കുന്നതിനെയാണ് വിർച്വൽ അറസ്റ്റ് എന്ന് പറയുക. ഇത് ഒഴിവാക്കാനാണ്, അതായത് തുടർന്നുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാണ് കാശ് ചോദിക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമ സംവിധാനത്തിലും ഈ വിർച്വൽ അറസ്റ്റ് എന്ന പരിപാടിയൊന്നുമില്ല. ഇനി ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരാളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ കൃത്യമായ നിയമപരമായ വ്യവസ്ഥിതികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രാഥമികമായ നിയമപരിജ്ഞാനം ഉണ്ടായാൽ തന്നെ ഇത്തരം തട്ടിപ്പുകാരിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. കൂടാതെ ഇത് സംബന്ധിച്ച് വിവിധ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ വിവിധ ഏജൻസികൾ വിവിധ രൂപത്തിൽ ബോധവൽക്കരണം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും വിദ്യാസമ്പന്നരായ ആളുകളൊക്കെയാണ് ഇത്തരം തട്ടിപ്പുകളിൽപ്പെട്ട് ജീവിത സമ്പാദ്യം മൊത്തം തുലച്ചു കളയുന്നത് എന്നത് ഏറെ നിർഭാഗ്യകരമാണ്. ഇരകൾക്ക് CBI, NCB, ഇൻകം ടാക്സ്, അതുപോലെ അല്ലെങ്കിൽ ഇന്റർപോൾ പോലുള്ള ഏജൻസികൾ എന്നൊക്കെ പറഞ്ഞാണ് കോളുകൾ അതല്ലെങ്കിൽ ഇമെയിലുകളൊക്കെ ലഭിക്കുന്നത്. ഇതോടെയാണ് തട്ടിപ്പിന് തുടക്കമാവുന്നത്. ഇപ്പോൾ ചില കേസുകളിൽ വാട്സാപ്പിലൊക്കെ ഔദ്യോഗിക രേഖകൾ പോലുള്ള സംഗതികളൊക്കെ അയച്ചു കൊടുക്കുന്ന ചില രീതികളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരുന്നുണ്ട്. മണി ഫ്രോഡ്, മണി ലോണ്ടറിങ്, മയക്കുമരുന്ന് കടത്ത്, അങ്ങനെ തുടങ്ങി ടാക്സ് വെട്ടിപ്പ് വരെയുള്ള കാര്യങ്ങൾ, ഇരകളുടെ പേരിലെടുത്ത സിം കാർഡ് തീവ്രവാദ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഇവർ ചുമത്തുക. വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ മുതൽ സർക്കാർ ഫോൺ നമ്പറുകൾ എന്ന് തോന്നിപ്പിക്കുന്ന നമ്പറുകൾ വരെ ഇവർ വിശ്വാസ്യത ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഉടനടി അറസ്റ്റ്, അതിനു മുന്നോടിയായി വിർച്വൽ അറസ്റ്റ്, സ്വത്ത് കണ്ടുകെട്ടൽ, അതല്ലെങ്കിൽ ക്രൈം സംബന്ധിച്ച വാർത്ത അടുത്ത ദിവസം മാധ്യമങ്ങളിൽ വരും എന്നതടക്കമുള്ള ഭീഷണികളാണ് ഇവർ മുഴക്കുക. ഇവരുടെ പ്രധാന കലാപരിപാടിയാണ് ഈ വിർച്വൽ അറസ്റ്റ്. ഇരകളെ വീഡിയോ കോളുകളിൽ സ്കൈപ്പ് അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്, വാട്സപ്പ് വീഡിയോ കോളുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ അവരുടെ വീഡിയോ കോളിൽ ഒരു മുറിക്കകത്ത് തന്നെ ഇരുത്തുന്നതാണ് ഈ വിർച്വൽ അറസ്റ്റ് എന്ന പരിപാടി. തട്ടിപ്പുകാർ പോലീസ് യൂണിഫോം ഒക്കെ ധരിച്ച് കേസ് തീർക്കാൻ പണം ആവശ്യപ്പെടുന്നു. പണമടയ്ക്കാൻ ഗിഫ്റ്റ് കാർഡുകൾ, ക്രിപ്റ്റോ കറൻസി, അതല്ലെങ്കിൽ നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫറുകൾ വഴിയൊക്കെ ഇങ്ങനെ പണമടക്കാൻ ആവശ്യപ്പെടുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതിയും CBI ലോഗോ വെച്ച് മുംബൈ പോലീസിന്റെ യൂണിഫോം ഇട്ടും കോൺസ്റ്റബിളിന്റെ യൂണിഫോമും IPSന്റെ തൊപ്പിയും ഒക്കെ ധരിച്ചുമൊക്കെ വന്ന് ആളുകളെ പറ്റിച്ച പല കേസുകളുമുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം വിദ്യാസമ്പന്നരാണ് ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നത് എന്നതാണ്. 2023 ഡൽഹിയിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടറെ CBI ഉദ്യോഗസ്ഥൻ എന്ന് അവകാശപ്പെട്ട് ഒരു കക്ഷി ബന്ധപ്പെട്ടു. ഒരു നാർക്കോട്ടിക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് 12 മണിക്കൂർ വീഡിയോ കോളിൽ വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞിരുത്തി. അറസ്റ്റ് ഒഴിവാക്കാനായി 1.5 കോടിയാണ് ഡോക്ടർ കൊടുത്തത്. അതുപോലെ NCB ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് മുംബൈയിലെ ഒരു ബിസിനസ്സുകാരിൽ നിന്നും തട്ടിയെടുത്തത് 25 ലക്ഷം രൂപയാണ്. ഇയാളുടെ പേരിൽ മയക്കുമരുന്ന് അടങ്ങിയ ഒരു പാർസൽ ലഭിച്ചെന്ന് പറഞ്ഞാണ് ഫോൺ ചെയ്തത്. ജയിലിൽ പോകാതിരിക്കാൻ 25 ലക്ഷം രൂപ ബിറ്റ്കോയിൻ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് നൽകിയത്. ബംഗളൂരുവിലെ ഒരു IT പ്രൊഫഷണലിന് നഷ്ടമായത് 40 ലക്ഷം രൂപയാണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് ഇദ്ദേഹത്തെ ആദ്യമായി ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. ഇരയുടെ പാൻ നമ്പർ ചില ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടതായി പറഞ്ഞു. പിന്നാലെ മുംബൈ പോലീസ് ആണെന്നും പറഞ്ഞ് വിർച്വൽ അറസ്റ്റിലാക്കി. അങ്ങനെ 40 ലക്ഷം രൂപയാണ് ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തത്. ഇതുപോലെ നിരവധി കേസുകൾ, പല കാരണങ്ങളാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ നിരവധി കേസുകൾ വേറെയുമുണ്ട്.
വലിയ തുകകളാണ് ഇരകളിൽ നിന്നും തട്ടിയെടുക്കുന്നത്. ചില കേസുകളിലൊക്കെ ഇരകൾ വീടും സ്ഥലവും വാഹനവും ഒക്കെ ബ്ലേഡ് പലിശക്കൊക്കെ പണയം വെച്ച് പണം കൊടുക്കുന്ന കേസുകൾ വരെയുണ്ട്. വിർച്വൽ അറസ്റ്റ് എന്ന ഒരു പരിപാടി നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം രക്ഷപ്പെടാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ. നിയമങ്ങളെക്കുറിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം തട്ടിപ്പുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആവശ്യം വന്നാൽ പോലീസ് സഹായം തേടുക. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷിതരായി ഇരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.